വെൽക്കം ടു വിന്യാസ് അക്കാഡമി. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രഷർ വെസലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ചില എക്സാംസിലൊക്കെ കാണാൻ പറ്റും തിക് സിലിണ്ടർ, തിൻ സിലിണ്ടർ, സ്പെറിക്കൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് അല്ലേ. നമുക്ക് പ്രഷർ വെസൽസോട് ബന്ധപ്പെട്ട് വരാറുണ്ട്. സോ ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രഷർ വെസൽസോട് ബന്ധപ്പെട്ട കാര്യങ്ങളോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എന്താണ് ഈ പ്രഷർ വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഷർ വെസൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന LPG സിലിണ്ടറാണ് അല്ലേ. അതിനകത്ത് LPG സിലിണ്ടറിനകത്ത് പ്രഷറൈസ്ഡ് ഫോമിൽ നമ്മൾ LPG നിറച്ചിരിക്കുകയാണ് അല്ലേ. സോ അതൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ പ്രഷർ വെസലിന്. അപ്പോൾ നമുക്ക് നോക്കാം പ്രഷർ വെസൽ എന്താണെന്നുള്ള കാര്യം. വെസൽസ് ഓർ കണ്ടെയ്നേഴ്സ് which are used to store fluids which are under pressure. ഹൈ പ്രഷറിൽ അല്ലെങ്കിൽ നല്ല പ്രഷറിൽ നമ്മൾ ലിക്വിഡ്സിനെ ഫില്ല് ചെയ്യുന്ന സിലിണ്ടേഴ്സിന് പറയുന്ന പേരാണ് പ്രഷർ വെസൽസ് എന്ന് പറഞ്ഞാൽ. പ്രഷർ വെസലിന്റെ എക്സാമ്പിൾ LPG പറയാം, നമ്മുടെ ബോയിലേഴ്സ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, പ്രഷർ കുക്കർ വേണമെങ്കിൽ ഒരു പ്രഷർ വെസലിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഹൈ പ്രഷറിലെ നല്ല പ്രഷറിലെ ലിക്വിഡ്സിനെ സ്റ്റോർ ചെയ്യുന്ന ടാങ്കുകളൊക്കെയാണ് നമ്മൾ വെസൽസ് അല്ലെങ്കിൽ പ്രഷർ വെസൽസ് എന്ന് വിളിക്കുന്നത്. Vessels or containers which are used to store fluids which are under pressure is called pressure vessels. These are used for transporting or storing of liquids, gases, fluids, etc. Example, boilers പറയാം, LPG സിലിണ്ടർ ഉണ്ട്, പൈപ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രഷർ വെസൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. പ്രഷർ വെസലിനെ സാധാരണ ഇതിൽ തിൻ പ്രഷർ വെസൽ എന്നും തിക്ക് പ്രഷർ വെസൽ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. തിക് പ്രഷർ വെസലും തിൻ പ്രഷർ വെസൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു തിക് സിലിണ്ടർ ആൻഡ് തിൻ സിലിണ്ടർ. തിക് സിലിണ്ടർ ഉണ്ട്, തിൻ സിലിണ്ടർ ഉണ്ട്. പ്രഷർ വെസൽ നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതുണ്ട്, സ്പെറിക്കൽ ഷേപ്പിലുള്ളതുണ്ട്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. നമുക്ക് നമ്മുടെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സിലിണ്ടറിക്കൽ പ്രഷർ വെസലോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സ്പെറിക്കലിന്റെ കേസും ഉണ്ട്. ഈ രണ്ടെണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത് നമുക്ക് സിലിണ്ടറിക്കൽ പ്രഷർ വെസലോട് ബന്ധപ്പെട്ടാണ്. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ പ്രഷർ വെസലിനകത്ത് പ്രഷർ വെസൽ എന്നത് പഠിച്ചു. ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു തിൻ പ്രഷർ വെസൽ, തിക് പ്രഷർ വെസൽ എന്ന് പഠിച്ചു. ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം നമുക്ക് രണ്ട് ടൈപ്പ് പഠിച്ചാൽ മതി. ഒരുപാട് ടൈപ്പ് ഉണ്ട്, രണ്ട് ടൈപ്പ് പഠിച്ചാൽ മതി. ഒന്ന് സിലിണ്ടറിക്കൽ പ്രഷർ വെസൽ, രണ്ട് സ്പെറിക്കൽ പ്രഷർ വെസൽ. ഓക്കെ, സ്പിയർ അല്ലെങ്കിൽ സ്പെറിക്കൽ പ്രഷർ വെസൽ. അപ്പം പ്രഷർ വെസലിനെ തിക്ക് സിലിണ്ടർ, തിൻ സിലിണ്ടർ എന്ന് രണ്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നതിലും തിൻ സിലിണ്ടർ ആണ് നമ്മുടെ സിലബസിൽ ഉണ്ടാവുക. തിക് സിലിണ്ടർ നമുക്ക് നോർമലി പഠിക്കാൻ പറ്റുന്ന ഒരു കേസല്ല. തിക് സിലിണ്ടറിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് വ്യൂ ആണ് നമ്മളുടേത്. ലാമിങ്സ് ഇക്വേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ വെച്ചിട്ടാണ് തിക് സിലിണ്ടറിന്റെ കേസ് പഠിക്കുന്നത്. നമുക്ക് എക്സാം ഓറിയന്റഡ് ആട്ടോ നമ്മുടെ സിലബസിൽ ഒന്നും തന്നെ തിക് സിലിണ്ടറിന്റെ വരുന്നത്, ഡിസൈനിങ്ങിലൊക്കെയാണ് അത് കൂടുതൽ പോകുന്നത്. സോ തിൻ സിലിണ്ടർ ആണ് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ തിൻ സിലിണ്ടറിനെ പറ്റിയാണ് കൂടുതലായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം തിക് സിലിണ്ടർ, തിൻ സിലിണ്ടർ എന്ന് പറയും. അപ്പൊ എന്താണ് ഈ തിക് സിലിണ്ടർ, എന്താണ് തിൻ സിലിണ്ടർ നമുക്ക് നോക്കാം. അത് നമുക്ക് വരുന്ന വഴി പുറകിൽ അടുത്തതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പം തിൻ സിലിണ്ടർ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, തിക് സിലിണ്ടർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. തിൻ സിലിണ്ടർ ആണെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും, തിക് സിലിണ്ടർ ആണെങ്കിൽ പ്രഷർ നോൺ യൂണിഫോം ആയിരിക്കുമെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, തിൻ വെസൽ, തിൻ വെസൽസ് ആണ് പറയുന്നത്. എന്താണ് തിൻ വെസൽ, എന്താണ് തിക് വെസൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. തിൻ വെസൽ, തിക് വെസൽ എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. തിൻ വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്പെറിക്കൽ ഷെൽ ഓർ സിലിണ്ടറിക്കൽ എ സ്പെറിക്കൽ ഷെൽ ഓർ എ സിലിണ്ടർ ഈസ് കൺസിഡർഡ് ടു ബി തിൻ when the metal thickness is small compared to internal diameter. ഒരു സിലിണ്ടറിന്റെ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്, ഇന്റർണൽ ഡയമീറ്റർ D കൊടുത്തിരിക്കുന്നു, ഈ തിക്നെസ് ആണ് T എന്ന് പറയുന്നത്. ഈ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും ഒരുപാട് ചെറുതാണ്. ഈ തിക്നെസ് എന്ന് പറയുന്നത് ഡയമീറ്ററിനെ കാട്ടിയും ഒരുപാട് ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ സിലിണ്ടറിന് പറയുന്ന പേര് തിൻ സിലിണ്ടർ എന്നായിരിക്കും. കിട്ടിയോ? എ സ്പെറിക്കൽ ഷെൽ ഓർ എ സിലിണ്ടർ ഈസ് കൺസിഡർഡ് ടു ബി തിൻ when the metal thickness is small compared to internal diameter. ആ തിക്നെസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു D/20 എന്നൊരു റേഷ്യോ ഉണ്ട്. ഈ D/20 എന്ന് പറയുന്നത് ചില ടെക്സ്റ്റുകളിൽ D/15 എന്നൊക്കെ കാണാറുണ്ട്. രണ്ടും സെയിം തന്നെയാണ്, രണ്ട് രീതിയിലാണ്. ചിലത് D/20 പറയും, ചിലത് D/50 എന്ന് പറയും. ഓർത്തിരിക്കുക. അപ്പം T ലെസ് ദാൻ ഓർ ഈക്വൽ ടു D/20 റേഷ്യോ കീപ്പ് ചെയ്താൽ ഇത്തരം സിലിണ്ടറിന് പറയുന്ന പേര് തിൻ സിലിണ്ടർ എന്നായിരിക്കും. തിൻ സിലിണ്ടർ, തിൻ സിലിണ്ടർ. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില ടെക്സ്റ്റിലൊക്കെ കാണുന്ന ഒരു കാര്യമുണ്ട്, D/T റേഷ്യോ. നമ്മളിവിടെ T/D റേഷ്യോ, അവിടെ T/D റേഷ്യോ ആണെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ D/T റേഷ്യോ ആണ് പറയുന്നത്. D/T റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/10 മുതൽ 1/15 വരെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ തിൻ സിലിണ്ടർ എന്ന് പറയാം. ഇത് ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു ടൈപ്പ് ടെക്സ്റ്റ് ബുക്ക് അല്ല ഇതാ ഫോളോ ചെയ്ത് പോകുന്നത്. ഈ T ലെസ് ദാൻ ഓർ ഈക്വൽ ടു D എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ T ലെസ് ദാൻ ഓർ ഈക്വൽ ടു D/20 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാര്യം കഴിയും.
ചില ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഈ d/t റേഷ്യോ ഉണ്ടല്ലോ അത് തിരിച്ചിട്ടൊക്കെ പറയുക. ഇവിടെ ഗ്രേറ്റർ ദാൻ തിരിച്ചിടുമ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വരും. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/10 to 1/50 ആണെന്നുണ്ടെങ്കിൽ ആ റേഷ്യോ കീപ്പ് ചെയ്യുന്നതിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തിൻ സിലിണ്ടർ ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു പോകുക അല്ലെങ്കിൽ ഓർത്തിരുന്നാൽ മാത്രം മതി. 1/10 മുതൽ 1/15 വരെ ആയിരിക്കും. d/t ഗ്രേറ്റർ ദാൻ ആണ് ഇവിടെ വരുന്നത്. കാര്യം എന്താ തിരിച്ചിട്ട് കൊടുത്തോണ്ടാ ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് t ലെസ് ദാൻ ഓർ ഈക്വൽ d/20. രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ്, രണ്ടും ശരി തന്നെയാണ്. പലയിടത്ത് രണ്ട് രീതിക്ക് വന്നിട്ടുമുണ്ട്, അതുകൊണ്ടാണ് രണ്ടെണ്ണം എഴുതിയിട്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ടി എന്താണ് ടി എന്ന് മനസ്സിലായല്ലോ. സോ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. തിൻ സിലിണ്ടേഴ്സ് ആർ സബ്ജക്ട് ടു ഇന്റേണൽ പ്രഷർ ഓൺലി. ഇൻ കേസ് ഓഫ് തിൻ സിലിണ്ടേഴ്സ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈസ് യൂണിഫോം ഓവർ ദ തിക്നെസ് ഓഫ് ദ വാൾ. തിൻ സിലിണ്ടറിനകത്ത് ഇവിടെ എല്ലായിടവും ഒരേപോലെ തന്നെയാണ് നമുക്ക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്നത്. പിന്നെ തിൻ സിലിണ്ടർ ആർ സബ്ജക്റ്റഡ് ടു ഇന്റേണൽ പ്രഷർ. ഇതോടെ നോക്കി വെക്കണം, ഇന്റേണൽ പ്രഷർ. ഇനി തിക് സിലിണ്ടറിന്റെ കേസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു d/20 എന്ന് പറഞ്ഞതിന് പകരമായിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറയേണ്ടി വരും. എന്ന് പറയുമ്പോഴത്തേക്ക് തിക് സിലിണ്ടർ ആവുകയാണെങ്കിൽ ഈ ഡയമീറ്റർ കണ്ടോ അതിനെക്കാട്ടിയും വലുതായിരിക്കും ഇവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത്. കണ്ടോ അതിനെക്കാട്ടിയും വലുതായിരിക്കും ഇവിടുത്തെ തിക്നെസ്. ഇതാണ് തിക് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ. ഈ തിക് സിലിണ്ടർ വരുമ്പോഴത്തേക്ക് ഒരിക്കലും പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ല. ഇവിടെ പ്രത്യേകത എന്താ, ഇവിടെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ യൂണിഫോം ആയിരിക്കും. ഇൻ കേസ് ഓഫ് തിൻ സിലിണ്ടർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂണിഫോം ഓവർ ദ തിക്നെസ് ഓഫ് ദ വാൾ. മറ്റേ തിക് സിലിണ്ടർ വരുമ്പോഴത്തേക്ക് ഇവിടത്തെയും 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 പലയിടത്ത് പല രീതിയിലായിരിക്കും പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ കേസിൽ നമുക്കത് പഠിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളത് സോർട്ട് ഔട്ട് ചെയ്യുന്ന ലാമീസ് തിയറം എന്നൊരു തിയറത്തിന് ആസ്പദമാക്കിയിട്ടായിരിക്കും. അപ്പം തിൻ സിലിണ്ടർ തിക് സിലിണ്ടർ വ്യത്യാസം മനസ്സിലായോ? ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് തിൻ സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡയമീറ്ററും ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോഴത്തേക്ക് ഇത് ചെറുതും ഇത് വലുതുമാണ്. സോ ഇതിനകത്ത് യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ആയിരിക്കും. നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി മെത്തേഡ്സ് ഒക്കെ പുറകിൽ പറയുന്നുണ്ട്, സ്ട്രെസ് ഒക്കെ പറയുന്നുണ്ട്. ഇനി തിക് സിലിണ്ടർ വരുമ്പോഴത്തേക്ക് ഡയമീറ്റർ ഭയങ്കര ചെറുതും ഇത് ഭയങ്കര കട്ടിയുള്ളതുമാണ്. ഇതിനെയാണ് നമ്മൾ തിക് സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണേ. തിക് സിലിണ്ടർ, തിക് വെസൽസ്. If the thickness of the vessel is greater than 1/20 times the diameter of the cylinder. ഇതാണ് റേഷ്യോ. ഈ റേഷ്യോ ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്, നേരത്തെ ലെസ് ദാൻ ആയിരുന്നു. സോ ഇതിനാണ് തിക് സിലിണ്ടർ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ d/t റേഷ്യോ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/15. ഇതിനെയാണ് നമ്മൾ തിക് സിലിണ്ടർ എന്ന് പറയുന്നത്. തിക് വെസൽസ് ആർ ഓൾസോ സബ്ജക്ട് ടു ഇന്റേണൽ പ്രഷർ ആൻഡ് പ്രഷർ ഈസ് നോട്ട് യൂണിഫോം. നോട്ട് യൂണിഫോമിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നോട്ട് യൂണിഫോം, അതായത് ഇവിടെയും 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 ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരിക്കലും യൂണിഫോം ആയിട്ടല്ല തിക് സിലിണ്ടർ വരുമ്പോഴത്തേക്ക് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോൺ യൂണിഫോം ആയിരിക്കും. മാക്സിമം സ്ട്രെസ് അറ്റ് ഇന്നർ സർഫസും മാക്സിമം അറ്റ് ഇന്നറും ഇവിടെ വരുമ്പോഴത്തേക്ക് ഔട്ടറും കുറവായിരിക്കും. മാക്സിമം ഇന്നർ സർഫസിലും മിനിമം ഔട്ടർ സർഫസിലും ആയിരിക്കും പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവുന്നത്. സോൾവ് ബൈ യൂസിങ് ലാമീസ് തിയറം. ഈ തിക് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ കാര്യം പറഞ്ഞാൽ തിക് സിലിണ്ടറിന്റെ കാര്യം ആ t/d റേഷ്യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/15 ആയിരിക്കാം. അല്ലെങ്കിലോ d ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d/20 റേഷ്യോ കീപ്പ് ചെയ്യുന്നതിനാണ് തിക് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ. ആ ഡയമീറ്ററിനെ കാട്ടിയും ഒരുപാട് തിക്നെസ് കൂടിയ സാധനമാണ്, കട്ടിയുള്ള സാധനമാണ് തിക് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ക്യാൻ ബി സോൾവിംഗ് ബൈ യൂസിങ് ലാമീസ് തിയറം. അത്രയും കാര്യം പിടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. നമുക്ക് അതിന് ഇക്വേഷനോ സ്ട്രെസിന്റെ വാല്യോ ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടില്ല. അത്രയും തിക് വെസൽസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നത് ലാമീസ് മെത്തേഡ് വെച്ചിട്ടാണ്. ഒരു ഓർത്തിരുന്നാൽ മാത്രം മതി. ഇനി സ്ട്രെസ്സസ് ഇൻ തിൻ സിലിണ്ടർ. തിൻ സിലിണ്ടറിലെ കേസാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് തിക് സിലിണ്ടറിലെ ഒരുവിധമായ കാര്യങ്ങൾ ഇനി പഠിക്കാനില്ല. ഇനി പറയുന്ന എല്ലാം തന്നെ തിക് സിലിണ്ടർ തന്നെ ആയിരിക്കും, തിൻ സിലിണ്ടർ തന്നെ ആയിരിക്കും. തിൻ സിലിണ്ടർ മീൻസ് തിൻ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള വെസൽ ആവാം, ഇനി സ്പെറിക്കൽ ഷേപ്പിലുള്ള വെസൽ. രണ്ടും തിന്ന് മാത്രമേ ഉള്ളൂ. തിക്ക് അവിടെ കഴിഞ്ഞു. തിക്കിന്റെ ആ വാല്യൂ മാത്രം പഠിച്ചാൽ മതി. t/d റേഷ്യോ എന്ന് പറഞ്ഞാൽ മാത്രം പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ വിട്ടേക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി തിൻ സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. തിൻ സിലിണ്ടറിക്കൽ വെസലോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ സ്ട്രെസ്സസ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അവിടെ മെയിൻ ആയിട്ട് 3 സ്ട്രെസ്സുകളാണ് നമ്മുടെ ഒരു തിൻ സിലിണ്ടറിൽ ആക്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തതിന് പറയുന്ന പേര് ഹൂപ്പ് സ്ട്രെസ് എന്നായിരിക്കും. രണ്ടാമത്തതിന് പറയുന്ന പേര് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നായിരിക്കും. മൂന്നാമത്തിന് പറയുന്ന പേര് റേഡിയൽ സ്ട്രെസ് എന്നായിരിക്കും. ഇതിന് ഈ 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ മൂന്നാമത്തെ റേഡിയൽ സ്ട്രെസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുവാണ്. കാരണം അത് വളരെ ചെറിയ വാല്യൂ ആണ് when comparing to 1 and 2. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രഷർ വെസൽസ്, തിൻ വെസൽസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 1ഉം 2ഉം അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ കാര്യമാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. മറ്റേത് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയാറാണ് പതിവ്. ഓക്കെ. അപ്പം സ്ട്രെസ്സസ് ഇൻ തിൻ സിലിണ്ടർ. തിക് സിലിണ്ടർ കഴിഞ്ഞേ ഇനി തിൻ സിലിണ്ടർ മാത്രമേ ഉള്ളൂ. തിൻ സിലിണ്ടറിനകത്ത് സിലിണ്ടറിക്കൽ വെസൽസ് നമ്മൾ ഓർത്തിരിക്കുക. വെസൽസ്
നമ്മൾ തിന്നെന്ന് പഠിച്ചിരുന്നു, തിക്കെന്ന് പഠിച്ചിരുന്നു. അതിലെ തിന്ന് തന്നെ നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതുകൊണ്ട് അതേപോലെ തന്നെ സ്പെറിക്കൽ ഷേപ്പിലുള്ളതുകൊണ്ട്. തിക്ക് ഇവിടെ കഴിഞ്ഞ് നമുക്ക് തിക്കിനെ പറ്റി ഇനി ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. സർക്കംഫറൻഷ്യലെ, ടാൻജൻഷ്യലെ, ഹൂപ്പ്, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ ഇട്ടിട്ട് സാധാരണ എച്ച് കൊടുക്കും. ഇത് ഹൂപ്പിന്റെ അക്ഷരം എച്ച് ആണ്. ദ സ്ട്രെസ്സസ് ആക്ടിങ് ടാൻജൻഷ്യൽ ടു ദ സർക്കംഫറൻസ് ഓഫ് ദ സിലിണ്ടർ. അതിന് മുന്നേ ആയിട്ട് ഒരു ഫിഗർ കാണിക്കാം നിങ്ങളെ. അവിടെ നമുക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ, ഇതൊരു പ്രഷർ വെസലാണ് ഈ കാണുന്നത്. ഈ പ്രഷറിനകത്ത് ഈ ലെങ്ത് വൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്നത്. കണ്ടോ, ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം വരും, അത് നടുക്ക് വെച്ച് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഇനി സർക്കംഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, ഇവിടെ നിന്നിങ്ങോട്ട്, ഇവിടെ നിന്നിങ്ങോട്ട്, ഇതാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അവിടെ എങ്ങനെയാണ് ബ്രേക്ക് ആവുന്നത്? ഇത് ഇങ്ങനെയായിരിക്കും ഇത് ബ്രേക്ക് ആയി, ഇതൊരു പീസ്, ഇങ്ങനെ ആയിരിക്കും ബ്രേക്ക് ആവുന്നത്. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മൂന്നാമത് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, റേഡിയൽ. നമ്മൾ റേഡിയലാണെങ്കിൽ നമ്മൾ എടുക്കാറില്ലെന്ന് പറഞ്ഞിരുന്നു. റേഡിയൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ റേഡിയസിന് ഇങ്ങനെ, റേഡിയൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്, ഇങ്ങനെയാണ് റേഡിയൽ ആക്ട് ചെയ്യുന്നത്. കണ്ടോ, മറ്റേത് ഇങ്ങനെ, ഒരെണ്ണം ഇങ്ങനെ, അടുത്ത റേഡിയൽ ഇങ്ങനെ. റേഡിയൽ നമ്മൾ സാധാരണ എടുക്കാറില്ല, കാര്യം വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് അത് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയാറാണ് പതിവ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഹൂപ്പ് സ്ട്രെസിനെ പറ്റിയാണ്. ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേര് ടാൻജൻഷ്യൽ സ്ട്രെസ് എന്നോ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്നോ അറിയപ്പെടാറുണ്ട്. The stress acting tangential to the circumference of a cylinder and is tensile nature. Tensile nature ആയിരിക്കും. അത് എങ്ങനെ ആക്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു സിലിണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെയാണ്, സർക്കംഫറൻഷ്യൽ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് രണ്ട് പീസായിട്ട് മാറും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ഹൂപ്പ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. സ്ട്രെസ് ആക്ടിങ് ടാൻജൻഷ്യൽ ടു ദ സർക്കംഫറൻസ് ഓഫ് ദ സിലിണ്ടർ ആൻഡ് ഈസ് ടെൻസൈൽ ഇൻ നേച്ചർ. ഇത് മൂലം ഹൂപ്പ് സ്ട്രെസിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ എപ്പോഴും ഇൻക്രീസ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമല്ലേ, ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യും, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനലാണ്. ഓൾറെഡി പറഞ്ഞു, ലെങ്ത് വൈസ് ആണ് വരുന്നത്. ഇങ്ങോട്ടും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലിയർ ചാൻസസ് ഇങ്ങനെയാണ്, രണ്ടാണ്ട് ബ്രേക്ക് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഫെയിലിയർ ചാൻസ് ഉണ്ടാവുക. ദ സ്ട്രെസ്സസ് ആക്ടിങ് അലോങ് ദ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ടെൻസൈൽ ഇൻ നേച്ചർ ആണ്. ഇറ്റ്സ് ടെൻസ് ടു ഇൻക്രീസ് ഇൻ ദ ലെങ്ത്. മറ്റേ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് ലെങ്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അടുത്തത് റേഡിയൽ സ്ട്രെസ് ആണ്. സിഗ്മ ആർ ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളറാണ്, ഒരു ഡിസൈനിലും ഇത് എടുക്കാറില്ല. ദ സ്ട്രെസ്സസ് ആക്ടിങ് അലോങ് ദ റേഡിയൽ ഡയറക്ഷൻ ഓഫ് ദ സിലിണ്ടർ ആൻഡ് കംപ്രസീവ് ഇൻ നേച്ചർ ആണ്. മാഗ്നിറ്റ്യൂഡ് ഈസ് വെരി ലെസ്, ഹെൻസ് നെഗ്ലക്റ്റഡ്. ഇത് കംപ്രസീവ് നേച്ചർ. ബാക്കി രണ്ടും ടെൻസൈൽ നേച്ചർ ആണെങ്കിൽ ഇത് കംപ്രസീവ് നേച്ചർ ആണ്. സാധാരണഗതിയിൽ മാഗ്നിറ്റ്യൂഡ് ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ നെഗ്ലക്ട് ചെയ്ത് കളറാണ് പതിവ്. ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ പറഞ്ഞു, തിൻ സിലിണ്ടർ, തിൻ പ്രഷർ വെസൽസ് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതുകൊണ്ട് സ്പെറിക്കൽ ഷേപ്പിലുള്ളതുകൊണ്ടെന്ന് പറഞ്ഞു. സിലിണ്ടറിക്കൽ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അനാലിസിസ് ഓഫ് ഹൂപ്പ് സ്ട്രെസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് സ്ട്രെസ് ഫോർ എ സിലിണ്ടറിക്കൽ വെസൽ. ഇതേപോലെ തന്നെ സ്പെറിക്കൽ എന്ന് പറഞ്ഞ് വേറെ നമ്മൾ പഠിക്കും കേട്ടോ. സ്പെറിക്കൽ വേറെ നമ്മൾ പഠിക്കും. അപ്പം ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ സിഗ്മ എൽ ഈസ് ഇക്വൽ ടു PD/40. PD/40 ആണ് സിഗ്മ എൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്. അതായത് ലെങ്ത് വൈസ് അപ്ലൈ ചെയ്യുന്ന സംഭവം, ലെങ്ത് വൈസ് ഉള്ള സ്ട്രെസ് ആണ് സിഗ്മ എൽ എന്ന് പറയുന്നത്. ഇനി ഹൂപ്പ് സ്ട്രെസ് ഈസ് ഗിവൺ ബൈ സിഗ്മ എച്ച് ഈസ് ഇക്വൽ ടു PD/2T. കണ്ടോ, സർക്കംഫറൻഷ്യൽ വരുന്നത് ഹൂപ്പ് സ്ട്രെസ് ആണ്, അത് സിഗ്മ എച്ച് ആണ്, PD/2T. പി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്റേണൽ പ്രഷർ. ഡി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്റേണൽ ഡയമീറ്റർ. ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? തിക്നെസ് ഓഫ് ദ വെസൽ. ഇനി അടുത്തത് മാക്സിമം ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ ടോമാക്സ് ഈസ് ഇക്വൽ ടു PD/80T. മൂന്ന് ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്, ഹൂപ്പ് സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡൽ ഇക്വേഷൻ എന്തുവാ? സിഗ്മ എൽ ഈസ് ഇക്വൽ ടു PD/40. എന്താ? ഹൂപ്പ് സ്ട്രെസ് ഓഫ് PD/2T. മാക്സിമം ഷിയർ സ്ട്രെസ് ടോമാക്സ് എന്തുവാ? PD/80. പി എന്തുവാ? ഇന്റേണൽ പ്രഷർ. ഡി എന്തുവാ? ഇന്റേണൽ ഡയമീറ്റർ. ടി എന്തുവാ? തിക്നെസ്. ഓക്കെ, സ്ട്രെസ് കഴിഞ്ഞാൽ അടുത്തത് സ്ട്രെയിൻ ആണ്. സിലിണ്ടറിക്കൽ വെസലിനകത്തുള്ള സ്ട്രെയിൻ്റെ ഇക്വേഷൻ ആണ് പറയാൻ പോകുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ സിഗ്മ എൽ, സിഗ്മ അല്ല എപ്സിലോൺ എൽ.
എപ്സിലോണിന്റെ ഇക്വേഷൻ എപ്സിലോൺ എൽ ഇസ് ഈക്വൽ ടു PD by 4TE into 1 minus 2 mu. P എന്തുവാ ഇന്റർണൽ പ്രഷർ, D ഇന്റർണൽ ഡയമീറ്റർ, 4 T തിക്നെസ്, E യങ്സ് മോഡുലസ്, 1 minus 2 into mu എന്ന് പറഞ്ഞാൽ പോയിസൺസ് റേഷ്യോ. ഇനി ഹൂപ്പ് സ്ട്രെയിൻ എപ്സിലോൺ എച്ച് ആണ് പറയുന്നത്. എപ്സിലോൺ എച്ച് ഇസ് ഈക്വൽ ടു PD by 4T into 2 minus mu. ഇനി വോളിയോമെട്രിക് സ്ട്രെയിൻ പറയുമ്പോഴത്തേക്ക് എപ്സിലോൺ V is equal to PD by 4T into 5 minus 4 mu. Mu എന്തുവാ യങ്സ് മോഡുലസ് ആണ്. ഇനി ഓർത്തിരിക്കേണ്ട കാര്യം ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിനും ഹൂപ്പ് സ്ട്രെയിൻ നമ്മുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ PD by 4T വെട്ടിപ്പോവും. 1 minus 2 mu divided by 2 minus mu. 1 minus 2 mu divided by 2 minus mu. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം പ്രഷർ വെസൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് പ്രഷർ വെസൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു തിക്ക് ആൻഡ് തിന്ന് അല്ലെ. തിക്കും തിന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ തിക്ക് നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ക്ലാസിഫിക്കേഷൻ എന്താ തിക്ക് എങ്ങനെയാവുന്നു, D/T റേഷ്യോ മാത്രം മതി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് തിക്ക് സിലിണ്ടറിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ല, നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പാടാണ്. സോൾവ് ചെയ്യണമെങ്കിൽ ലാമീസ് മെത്തേഡ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇനി തിൻ വെസൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സിലിണ്ടറിക്കൽ വെസലും ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ സ്പെറിക്കൽ വെസൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സിലിണ്ടറിക്കൽ വെസലിന്റെ കാര്യമെല്ലാം പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സ്പെറിക്കൽ വെസലോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് തിൻ സ്പെറിക്കൽ വെസൽ. നേരത്തെ സിലിണ്ടറിക്കൽ ആണ്, ഇത് സ്പെറിക്കൽ ആണ്. ഇൻ തിൻ സ്പിയർ സബ്ജക്റ്റഡ് ടു ഫ്ലൂയിഡ് പ്രഷർ ബോത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ഹൂപ്പ് സ്ട്രെസ് ആർ സെയിം. അതായത് നമ്മൾ നേരത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞിരുന്നു, ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞിരുന്നു. സിലിണ്ടറിന്റെ കേസ് ആകുമ്പോൾ രണ്ടാണ്, ഒന്ന് PD by 4T, ഒന്ന് PD by 2T ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ സിഗ്മ എല്ലും സിഗ്മ എച്ചും സെയിം തന്നെ ആയിരിക്കും, ഒന്ന് തന്നെ ആയിരിക്കും. സോ ഒന്നുകിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് എന്നോ അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് എന്നോ പറഞ്ഞ് എടുക്കത്തേ ഉള്ളൂ, അല്ല സെപ്പറേറ്റ് ആയിട്ടില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഇക്വേഷൻ PD by 4T. എവിടുത്തെന്നറിയോ? സ്പിയർ. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക, സിലിണ്ടർ ആണോ സ്പിയർ ആണോ എന്നുള്ള കാര്യം. സ്പിയർ ആണെങ്കിൽ സിഗ്മ എല്ലും സിഗ്മ എച്ചും ഒന്ന് തന്നെയാണ്, PD by 4T ആണ് അവിടെ വരുന്നത്. ഇനി മാക്സിമം സ്റ്റിയർ സ്ട്രെസിന്റെ ഫോർമുല എന്ന് പറയുന്നത് ടോമാക്സ് ഇസ് ഈക്വൽ ടു PD divided by 8T ആണ്. PD divided by 8T ആണ്. ഇനി സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എപ്സിലോൺ ഹൂപ്പ് സ്ട്രെയിൻ എപ്സിലോൺ L എന്ന് പറയുമ്പോഴത്തേക്ക് PD by 4T into 1 minus mu എന്ന് വരും. അതുപോലെ തന്നെ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് 3 PD divided by 4T into 1 minus mu. ഇതിന്റെ 3 ഇരട്ടിയാണ്, 3 times ആണ് വരുന്നത്. സോ ഇത്രയാണ് അവിടെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് ഉള്ളത്. കൃത്യമായിട്ട് നോക്കുക. സ്പെറിക്കൽ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സ്പിയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പഠിച്ചിരുന്ന ഇക്വേഷൻ എല്ലാം തന്നെ നമ്മൾ സിലിണ്ടറിക്കൽ വെസലോട് ബന്ധപ്പെട്ട കാര്യമാണ്. കൺഫ്യൂഷൻ വരരുത്, അതിനാണ് വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ പ്രഷർ വെസലോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സ്പെറിക്കൽ വെസൽ വിത്ത് ആൻ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് 2 meter. ഒരു സ്പെറിക്കൽ വെസൽ ഉണ്ട്, അതിന്റെ ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 meter എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് മേഡ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ ഹാവിംഗ് ആൻ അലോവബിൾ സ്ട്രെസ് ഇൻ ടെൻഷൻ സിഗ്മ T ആണ് പറഞ്ഞിരിക്കുന്നത്. 500 kg/cm². അലോവബിൾ സ്ട്രെസ് സിഗ്മ അതുകൊണ്ട് കൂട്ടാം. ഓക്കെ, ഇനി തിക്നെസ് ഓഫ് ദ ഷെൽ ടു വിത്ത്സ്റ്റാൻഡ്. ഫൈൻഡ് ദ തിക്നെസ് ഓഫ് ദ ഷെൽ. അപ്പൊ തിക്നെസ് ഓഫ് ദ ഷെൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. T is equal to question mark പ്രഷർ ഓഫ് 25 kg/cm. അപ്പൊ ഈ 25 kg/cm² എന്ന് പറയുന്ന പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിലുള്ള സ്പെറിക്കൽ വെസലിന് എത്രമാത്രം തിക്നെസ് വേണം? കിട്ടിയോ? സ്പെറിക്കൽ വെസൽ ആണ്, സിലിണ്ടറിക്കൽ അല്ല. സ്പെറിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, സിഗ്മ കണ്ടുപിടിക്കുന്നത്. സിഗ്മ എല്ലും സിഗ്മ എച്ചും ഒക്കെ അവിടെ തുല്യം തന്നെയാണ്. സോ സിഗ്മ എൽ സിഗ്മ എച്ച് ഇവിടെ തന്നിട്ടുണ്ട്. 500 kg/cm² ഉണ്ട്. കണ്ടുപിടിക്കുന്ന ഫോർമുല PD divided by 4 into T ആണ് വരുന്നത് അല്ലെ. ഇവിടെ നമുക്ക് 500 തന്നിട്ടുണ്ട്. 500 is equal to P യുടെ വാല്യൂ എത്ര? 25 into D യുടെ വാല്യൂ എത്ര? D എത്ര? 2 meter ഡിവൈഡ് ബൈ 4 into T ആണ്. അപ്പൊ T കണ്ടുപിടിക്കാനായിട്ട് T ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 25 2 50 ഡിവൈഡ് ബൈ 4 ഇവിടെ വരത്തില്ലേ, ഇൻറ്റു 500 വരും. ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്ര ആൻസർ വരുന്നത് നോക്കിയേ, എത്ര കിട്ടും? 1/400 2.5 മീറ്ററിലാണ്. അപ്പോൾ വരുമ്പോഴത്തേക്ക് സെന്റിമീറ്റർ ആക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി ആണ് വരുന്നത്. സി ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ചെയ്ത് നോക്കണേ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, PD by 4T ആണ് വരുന്നത്. ചെയ്തു കൊടുത്തു. പി എന്ന് പറയുമ്പം ഇവിടെ തന്നെ ഒരു സെന്റിമീറ്റർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് കറക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൂപ്പ് സ്ട്രെസ് ഇൻ എ തിൻ സിലിണ്ടർ ഷെൽ ഈസ്. ഹൂപ്പ്
ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കംഫറൻഷ്യൽ ടെൻസൈൽ സ്ട്രെസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സർക്കംഫറൻഷ്യൽ ടെൻസൈൽ സ്ട്രെസ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ അല്ല, കംപ്രസീവ് അല്ല. നമുക്ക് വരുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്, സർക്കംഫറൻഷ്യൽ ടെൻസൈൽ സ്ട്രെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ മെറ്റൽ പൈപ്പ് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ഇന്റേണൽ പ്രഷർ ഓഫ് 10 കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഒരു ഇന്റേണൽ പ്രഷർ പറഞ്ഞിട്ടുണ്ട് 10 കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. ഇഫ് ദ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഇൻ ദ മെറ്റൽ ഈസ് 200 കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. അവിടെ സിഗ്മയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് സിഗ്മയാണ്, ഹൂപ്പ് സ്ട്രെസ് ആണോ അതോ അതെല്ലാം ലോഞ്ചിറ്റ്യൂഡിലാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങൾ നോക്കിയേ, എ മെറ്റൽ പൈപ്പ് എന്ന് പറയുമ്പോൾ അത് സിലിണ്ടറിക്കൽ ആണെന്ന് മനസ്സിലായി. സിലിണ്ടറിക്കലിന്റെ കേസിൽ there will be ഹൂപ്പ് സ്ട്രെസ്, there will be ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഇതിൽ ഏത് നിങ്ങൾ ചൂസ് ചെയ്യും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊരു സെയിം പൈപ്പ്, സെയിം ഡയമീറ്റർ, സെയിം ലെങ്ത്, എല്ലാ കാര്യങ്ങളും സെയിം ആണ്. നമുക്ക് ഹൂപ്പ് സ്ട്രെസിന്റെ വാല്യൂ അറിയാം, അതുപോലെ തന്നെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനുള്ള വാല്യൂ അറിയാം. അതായത് PD/2T ഉണ്ട്, PD/4T ഉണ്ട്. ഓക്കെ ആണേ? ഇതാണ് നമ്മുടെ വാല്യൂ നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരെണ്ണം എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് എപ്പോഴും ഹൂപ്പ് സ്ട്രെസ് ആണ് എടുത്ത് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഹൂപ്പ് സ്ട്രെസ് എടുക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എടുക്കുന്നില്ല? ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വാല്യൂ കമ്പയർ ചെയ്താൽ PD/4T PD/2T നിങ്ങൾ കമ്പയർ ചെയ്താൽ PD/4T ആണ് വലിയ വാല്യൂ. എന്ന് പറഞ്ഞാൽ ആ പൈപ്പിനകത്ത് ആക്ട് ചെയ്യാൻ പോകുന്ന വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ PD/4T, വലിയ സ്ട്രെസ് PD/4T ആയിരിക്കും. നിങ്ങൾ അവിടെ ഇക്വേഷൻ ഇട്ടുകൊണ്ട് പിക്കും ഡിക്കും ടിക്കും എല്ലാം ഒരേ വാല്യൂ ചെയ്തു വരുമ്പോൾ ഇതായിരിക്കും വലിയ വാല്യൂ വെൻ കമ്പയറിംഗ് ടു ഇത്. ദാറ്റ് മീൻസ് ഇത്രയും സ്ട്രെസ് താങ്ങാൻ വേണ്ടി പറ്റണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ വാല്യൂ വെച്ച് ചെയ്യണം. ഈ വാല്യൂ വെച്ച് ചെയ്താലോ, ഈ വാല്യൂ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ 100 ആണ്, ഇതിന്റെ വാല്യൂ 80 ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ 80 വെച്ച് ഡിസൈൻ ചെയ്താൽ 80 മേളിലാണല്ലോ നമ്മുടെ ഹൂപ്പ് സ്ട്രെസ്, അത് ഫെയിൽ ആയി പോകത്തില്ലേ? സോ അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മൾ വലിയ വാല്യൂ വെച്ചാണ് ഡിസൈൻ. നമ്മൾ തിയറി ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ മിഷൻ ഡിസൈൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം അങ്ങനെ ക്ലാസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ എപ്പോഴും വലിയ വാല്യൂ എടുത്ത് ചെയ്യുകയാണ് വേണ്ടത് നമ്മൾ. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഹൂപ്പ് സ്ട്രെസിന്റെ വാല്യൂ എടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഹൂപ്പ് സ്ട്രെസ് ആണ് നമ്മളിപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. സിഗ്മ H = 200. കാര്യം മനസ്സിലായല്ലോ? നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ എടുത്ത് വേണം പോകാൻ, വലുതെടുത്ത് പോകാൻ. അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുമ്പം ലോഞ്ചിറ്റ്യൂഡിലും ടെൻസൈൽ നേച്ചർ ആണ്, ഹൂപ്പ് സ്ട്രെസ്സിലും ടെൻസൈൽ നേച്ചർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, എന്തുകൊണ്ട് ഹൂപ്പ് എടുത്തു എന്ന് ചോദിച്ചാൽ ഹൂപ്പാണ് വലിയ വാല്യൂ, അതെടുത്ത് വേണം ചെയ്യാൻ. ചെറുതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കാട്ടി വലിയ വാല്യൂ വന്നാൽ അത് ഫെയിൽ ആയി പോകും. അങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ്. ഇനി നോക്കി, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അവർ ഉദ്ദേശിച്ചതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ആൻസറിലോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ലോഞ്ചിനുള്ളിൽ ചെയ്ത് നോക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം ഹൂപ്പാണ് നമ്മളെടുത്ത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡിസൈൻ ക്രൈറ്റീരിയ വരുന്നത്. ഓക്കെ, ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ സിഗ്മ H കിട്ടി. തിക്നെസ് ഓഫ് ദ പൈപ്പ് T = 2.5 സെന്റിമീറ്റർ എന്ന് വന്നു അല്ലേ? വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ മെറ്റൽ പൈപ്പ്? അപ്പോൾ നമുക്കറിയാം സിഗ്മ H കാണുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ PD/2T ആണ്. പിയുടെ വാല്യൂ 10, ഡിയുടെ വാല്യൂ എന്തേ? ഡി ആണ് അറിയേണ്ടത്. സിഗ്മ H 200 ഡിവൈഡ് ബൈ 2 ഇൻറ്റു തിക്നെസ് എത്ര? 2.5. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ, 200 ഇൻറ്റു 2 5 വരും. ഡിവൈഡ് ബൈ 10 = ഡി എന്ന് വരും. 10 വെട്ടിപ്പോയാൽ 25 100. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഡി = 100 സെന്റിമീറ്റർ. അപ്പോൾ ഞാനിവിടെ നിങ്ങളൊരു കാര്യം, ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ക്ലാസ്സിൽ പറയാത്തൊരു കൺസെപ്റ്റ് പ്രോബ്ലം വഴി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സിലിണ്ടറിക്കലിന്റെ കേസാണെങ്കിൽ നമ്മൾ സ്പെറിക്കലാന്ന് വിട്ടാരാ, സ്പെറിക്കൽ രണ്ടും ഒന്ന് തന്നെയാണ്. സിലിണ്ടറിക്കലിന്റെ കേസ് വരുമ്പോഴത്തേക്ക് ഹൂപ്പാണോ അതല്ല നിങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ലോഞ്ചിറ്റ്യൂഡിലാണോ എന്ന് കൺസെപ്റ്റ് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൂപ്പ് എടുത്ത് പോകണം. കാര്യം ഹൂപ്പിന്റെ വാല്യൂ ആണ് വലുത്, ഹൂപ്പ് സ്ട്രെസിന്റെ വാല്യൂ ആണ് വലുത്. വലിയ വാല്യൂ ചെയ്താൽ മാത്രമേ ഡിസൈൻ സേഫ് ആവത്തുള്ളൂ. ഓക്കെ, വാട്ട് ഈസ് ദ വോളിമെട്രിക് സ്ട്രെയിൻ ഇൻ തിൻ സിലിണ്ടർ സബ്ജക്റ്റഡ് ടു internal pressure having hoop stress 200 megapascal and modulus of elasticity E = 200 gigapascal. Poisson's ratio 0.25. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാല്യൂ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനുള്ളതാണ്. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, വോളിമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിക്കാനാണ്. വോളിമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് PD/4TE ഇൻറ്റു 5 - 4 μ. ഇതാണ് ഇക്വേഷൻ അല്ലേ? വോളിമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അതിനകത്ത്
what is the volumetric strain in the thin cylinder subject to internal pressure having hoop stress? Hoop stress വന്നിട്ടുണ്ട്. hoop stress എന്ന് പറയുന്നത് hoop stress ഫോർമുല എന്തുവാ? PD/2T ആണ്. PD/2T യുടെ വാല്യൂ എത്ര വരുന്നത്? 200 മെഗാപാസ്കൽ. 200 മെഗാപാസ്കൽ. ഓക്കെ, 10⁶ ഇട്ട് കൊടുക്കുക. 200 × 10⁶ ഇട്ട് കൊടുക്കുക. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E ആണ് തന്നിരിക്കുന്നത് 200 ജിഗാപാസ്കൽ. 10⁹9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, പോയ്സൺസ് റേഷ്യോ മ്യൂ എന്ന് പറയുന്നത് 0.25. ഓക്കെ, ഇത്രയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പി ഉണ്ടോ അറിയത്തില്ല, ഡി ഉണ്ടോ ഇല്ല, 40. അപ്പൊ നിങ്ങളൊരു കാര്യം നോക്കിയേ, ഈ ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്യണം. ഇതിനെ എനിക്ക് PD/2T × 2 എന്ന് എഴുതി കൂടെ ഇല്ലേ? ഇൻറ്റു എന്ന് എഴുതി കൂടെ? ഇത്രയും സാധനം എന്തുവാടെ? ഇത്ര സാധനം എന്തുവാ? ഇത്ര സാധനമാണ് നമ്മുടെ ഇവിടെ കിടക്കുന്ന PD/2T എന്ന് പറയുന്നത് 200 മെഗാപാസ്കൽ. അവിടെ 200 നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പം ഇവിടെ എഴുതാവേ, 200 മെഗാപാസ്കൽ അല്ലേ? ഓക്കെ, പിന്നെ അപ്പം അത് കിട്ടി. ഇനി താഴെ എന്താ ഉള്ളത്? 2E ഉണ്ട്. 2 × E യുടെ വാല്യൂ എത്ര? 200. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ഇൻറ്റു 5 - 4 × മ്യൂവിൻ്റെ വാല്യൂ 0.25. ചെയ്ത് നോക്ക്. ചെയ്യുമ്പോഴത്തേക്ക് 2/1000 എന്ന് വരും. 2/1000. ഓപ്ഷൻ ബി. സിമ്പിൾ ആണ്, ചെയ്ത് നോക്കണം, കണ്ടോണ്ടിരിക്കരുത്. പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബുക്കും പേപ്പറും എടുത്ത് പേനെടുത്ത് ചെയ്ത് തന്നെ നോക്കണം, എങ്കിലേ തെറ്റുന്നത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ദ പ്രഷർ വിത്തിൻ ദ സിലിണ്ടർ ഓഫ് എ ഹൈഡ്രോളിക് പ്രസ് ഈസ് 9 മെഗാപാസ്കൽ. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് 9 മെഗാപാസ്കൽ ആണ്. ഓക്കെ, ദ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ഈസ് 500 mm. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 500 mm ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ മെഗാപാസ്കലിനെ എനിക്ക് 9 ന്യൂട്ടൺ പെർ mm² എന്ന് മാറ്റാൻ പറ്റും. കാര്യം ഇവിടെ mm ആക്കിക്കോണം. ഇഫ് ദ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് ഈസ് 180 ന്യൂട്ടൺ പെർ mm². അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് വരുവാണ്. സിലിണ്ടർ ആണ് ആണല്ലോ, പ്രഷർ വിത്തിൻ ദ സിലിണ്ടർ ആണ്. അപ്പോൾ സിലിണ്ടറിനകത്ത് ലോഞ്ചിറ്റ്യൂഡിലുണ്ട്, ഹൂപ്പുണ്ട്. ഏതെടുക്കും? ഹൂപ്പ് എടുത്ത് പോകണം. ഹൂപ്പ് സ്ട്രെസ് ആണ് എടുത്ത് പോകുന്നത്. ഇഫ് ദ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് σH എടുത്തങ്ങ് പോവുക. അതാണ് നമുക്ക് ഡിസൈൻ ക്രൈറ്റീരിയ എല്ലാം നമ്മൾ ഇത് വെച്ചിട്ടാണ് പോകുന്നത്. ഹൂപ്പ് എടുത്തിട്ടാണ് പോകുന്നത്. 180 ന്യൂട്ടൺ പെർ mm². ഓക്കെ, ഇത് മിനിമം വാൾ തിക്നെസ്. ടിയുടെ കാര്യം അറിയത്തില്ല, ടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ σHന്റെ ഈക്വേഷൻ എന്ന് പറഞ്ഞാൽ PD/2T ആണ്. അങ്ങനെയാണെങ്കിൽ ടിയുടെ വാല്യൂ 9, ഡിയുടെ വാല്യൂ 500 /2T ആണ്. σHന്റെ വാല്യൂ 180 ആണ്. ഓക്കെ, 180 × 2 360 /9 4500 വരും. ചെയ്തെടുത്ത ബാക്കി എത്ര വരും നോക്കിയേ, അല്ലേ? 360 വരുമ്പോഴത്തേക്ക് ടി വരുമ്പോഴത്തേക്ക് 500 / 36. എത്ര ഒരു ആൻസർ? 10 360 10 മേലുള്ള വാല്യൂ 12.5 വരും. 12.5 നോക്കാം. ഓക്കെ, കറക്റ്റാ. ഓക്കെ, 225 / 18 ചെയ്ത് വന്നാൽ മതി, വെട്ടി കുറച്ച് ചെയ്താൽ മതി. 12.5 ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. തിൻ സിലിണ്ടറിക്കൽ ഷെൽ ഓഫ് തിക്നെസ് T ആൻഡ് ഡയമീറ്റർ D ഈസ് സബ്ജക്റ്റഡ് ടു ഇന്റർണൽ പ്രഷർ P. ഹൂപ്പ് സ്ട്രെസിന്റെ ഇക്വേഷൻ ആണ്. ഹൂപ്പ് സ്ട്രെസ് σH = PD/2T. ഓപ്ഷൻ എ ആണ് ആൻസർ. A thick cylinder pressurized from inside, the hoop stress is maximum at thick cylinderനകത്ത് മാക്സിമം ആവുന്ന എവിടെയാണോ ചോദിച്ചിരിക്കുന്നത്? എവിടെ ആയിരിക്കും? ദ സെന്റർ ഓഫ് ദ വോൾ തിക്നെസ് ആണോ, ഔട്ടർ റേഡിയസ് ആണോ, ഇന്നർ റേഡിയസ് ആണോ, ബോത്ത് ഇന്നർ ആൻഡ് ഔട്ടർ ആണോ? നമ്മൾ പറഞ്ഞു തിക് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? തിക് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് T, ഇത് D ആണെന്നുണ്ടെങ്കിൽ
തിക്നെസ് ഭയങ്കര കൂടുതലാണ്. ഇതിനെയാണ് നമ്മൾ തിക് സിലിണ്ടർ എന്ന് പറഞ്ഞത്. നമുക്ക് T/D റേഷ്യോ ഒക്കെ പറയുന്നുണ്ട് നമ്മളവിടെ. ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഒരിക്കലും യൂണിഫോം ആയിരിക്കത്തില്ല. ഇത് ഇന്നർ റേഡിയസ് കൂടുതലും ഔട്ടർ റേഡിയസ് കുറവുമായിരിക്കും. ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇന്നറിൽ കുറവും ഔട്ടറിൽ കൂടുതലുമായിരിക്കും. അപ്പം വേരി ചെയ്തു ഒരിക്കലും യൂണിഫോംലി സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ തിക് സിലിണ്ടറിൽ ഉണ്ടാവത്തില്ല. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് മാക്സിമം വരുന്നത് ഇന്നർ റേഡിയസിലാണ്. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഇൻ എ തിൻ ഷെൽ? ഒരു തിൻ ഷെല്ലിനകത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ എൽ എന്ന് പറഞ്ഞാല് PD/4T. ഇനി സിഗ്മ എച്ച് എന്ന് പറഞ്ഞാല് PD/2T. റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PD/4T ഡിവൈഡ് ബൈ PD/2T എന്ന് വരും. തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ PD വെട്ടിപ്പോവും. ഫോർ 2/4 വരും. 1/2. ഓപ്ഷൻ എ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ഹൂപ്പ് സ്ട്രെസ് ഓൺ ദ വാൾ ഓഫ് എ തിൻ സിലിണ്ടർ ഈസ് 42 MPa. ഹൂപ്പ് സ്ട്രെസ് ആണ്. ഹൂപ്പ് സ്ട്രെസ് 42 MPa എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. The diameter of the cylinder is 84 cm. ഡയമീറ്ററിന്റെ വാല്യൂ 84 cm. And the thickness is 1.5 cm. Thickness എന്ന് പറഞ്ഞാൽ 1.5 cm. What is the internal pressure of the cylinder? നമ്മൾ P എന്ന് പറയുന്ന ഇന്റേണൽ പ്രഷർ ആണ് പറയുന്നത്. അപ്പോൾ ഹൂപ്പ് സ്ട്രെസിന്റെ വാല്യൂ നമുക്കറിയാം. ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞ ഫോർമുല, ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ PD/2T ആണ്. അങ്ങനെയാണെങ്കിൽ 42 ആൻസർ മെഗാപാസ്കൽ. അപ്പോൾ മാറ്റാൻ നിൽക്കണ്ട. 42 ഈസിക്കൽ ടു പ്രഷറിന്റെ വാല്യൂ എത്ര? പ്രഷർ നമുക്ക് അറിയത്തില്ല. ഇൻറ്റു ഡയമീറ്ററിന്റെ വാല്യൂ എത്രയാ? 84 എന്ന് പറയുന്ന വാല്യൂ ആണ്. അതിനെ നമ്മൾ മീറ്ററിലോട്ട് മാറ്റേണ്ടി വരും. ഓക്കെ. ഡിവൈഡ് ബൈ 1.5 സെന്റിമീറ്റർ. അത് നമ്മൾ മാറ്റുക, ചെയ്തെടുക്കുക. 1.5 ചെയ്ത് വരുമ്പോഴത്തേക്ക് 1.5 MPa എന്നായിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. PD/2T അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ആൻസർ കിട്ടും. ആൻസർ കിട്ടുന്നത് 1.5 MPa എന്നായിരിക്കും. ചെയ്ത് നോക്കിയാൽ മതി. 1.5 MPa. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ വാട്ടർ മെയിൻ 2 meter in diameter contains a fluid having pressure 5 kg/cm². P is equal to 5 kg/cm². Diameter is equal to 2 meter. Okay. If the maximum permissible tensile stress in the metal is 100 kg/cm². ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ കയ്യിൽ ഹൂപ്പാണോ അതല്ല ലോഞ്ചിറ്റ്യൂഡിനോ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു വാട്ടർ പൈപ്പ് ആണെന്ന് മാത്രം അറിയാം നമുക്ക്. സിലിണ്ടർ ഷേപ്പ് ആയിരിക്കും വാട്ടർ പൈപ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അവിടെ ഹൂപ്പാണോ അതല്ല ലോഞ്ചിറ്റ്യൂഡിനാണോ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഡിസൈനിങ്ങിൽ എപ്പോഴും നമ്മൾ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് എടുക്കുന്നത് ഹൂപ്പായിട്ട് തന്നെയാണ്. ഹൂപ്പ് സ്ട്രെസിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഹൂപ്പ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 100 kg/cm². Then the thickness of the metal required to be. അപ്പോൾ Tയുടെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയേ. സിഗ്മ H ഈസ് ഈക്വൽ ടു PD ഡിവൈഡ് ബൈ 2T ആണ്. നിങ്ങൾ ചെയ്യണം എൻ്റെ കൂടെ. ഫൈവ് സെന്റിമീറ്റർ തരും. 5 സെന്റിമീറ്റർ കിട്ടും. നോക്കിയേ, 5 സെന്റിമീറ്റർ ആണ് ആൻസർ. ഓക്കെ, ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. 5 സെന്റിമീറ്ററിന് ആൻസർ കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രഷർ വെസൽസോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.